ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടേ വന്നിട്ടുള്ള. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. അതായത് ഞങ്ങൾക്ക് മട്ടൻ കാലിൻ്റെ സൂപ്പ് ഉണ്ടാക്കാം. അത് എല്ലാവർക്കും നല്ലതല്ലേ മട്ടൻ കാൽ സൂപ്പ്. ഒരുപാട് ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. പക്ഷെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ആഴ്ചക്ക് 2 പ്രാവശ്യം മട്ടൻ സൂപ്പാക്കി കുടിക്കുന്നത് നല്ലതാണ്, ഹെൽത്തിയാണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കണം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ. അതുപോലെ നിങ്ങളും ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ടാക്കാം. കമാൻ ഗൈസ്. മട്ടൻ്റെ കാല് കണ്ടോ ഗൈസ്? ഇതിന് കണ്ടോ ഗൈസ് മട്ടൻ്റെ കാല്? ഇത് ആൾറെഡി കുറച്ച് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആക്കാം. കുറച്ച് കളർ, ഈ ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഞാൻ കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് നന്നായി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിനെ. മഞ്ഞൾപ്പൊടിയും വെള്ളം ഒരു 5 മിനിറ്റ് അതിലിങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ ബേർണാക്കില്ലേ, അതിൻ്റെ സ്മെല്ല് മറ്റേ ഒരുമാതിരി ചോയ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് വെച്ചായിരുന്നേ. ഒരു 5 മിനിറ്റ് ആയി. ഇത് ഒരു 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ആ ക്ലീൻ ആവില്ല നന്നായിട്ട്. അപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി. ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി ഇട്ടോളൂ, ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഉണ്ടെങ്കിൽ വലിയ ഉള്ളി ഇട്ടാളെ. ഞാനത് ക്ലീൻ ആക്കുവാണ്. ഞാൻ ഒരു ചോള വെളുത്തുള്ളി എടുത്തിട്ട്, മറ്റേ ഒരു ഇങ്ങനെ ഉണ്ട പോലെ ഉണ്ടാവില്ലേ, അതൊന്നും എടുത്തിനെ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിനെ. ഇത്ര വേണ്ട, ഇത്ര. ഇത് ക്ലീൻ ആക്കണേ. ഇത്ര ഇഞ്ചി എടുത്തിനെ. പിന്നെ 1.5 ഉള്ളി എടുത്തിനെ. 1.5 ഉള്ളി എടുത്തിനെ. ഇത് ഇനി ക്ലീൻ ആക്കിയിട്ട് നന്നായി ചതയ്ക്കണം. ചതയ്ക്കാൻ പറ്റില്ലെങ്കിൽ മിക്സിയിൽ ഒരുക്ക ഇങ്ങനെ ഇതാക്കിയാൽ മതി. ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കിയാൽ അത് ഇതായിക്കോളും. അതെങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ പറയാം. ആദ്യം ഞാൻ വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ആക്കട്ടെ. പെട്ടെന്നാവില്ലല്ലോ, മെഷീൻ അല്ലല്ലോ. പിന്നെ ക്യാമറ പിടിക്കാൻ ആളില്ലാത്ത കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കണമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇവിടെ എവിടേക്കോ വെച്ചിട്ടാണ് ഫോണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണേ. പിന്നെ എൻ്റെ മലയാളം അത്ര പോരാട്ടോ. ഞാൻ കർണാടകത്തിലുള്ളത് കൊണ്ട് കന്നഡ അല്ല അധികം എല്ലാവരോടും സംസാരിക്കുക. അതുകൊണ്ടാണ് ഇത്ര മോശമായിട്ടുള്ളത്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു ചോള ഇങ്ങനെ ക്ലീൻ ആക്കുക. ഒരു ചോള അല്ല, ഒരു പറ്റേ ഉണ്ട. ഈ മട്ടൻ്റെ കാലില്ലേ, ഇത് മറ്റേ എല്ലുരുകൂലേ, 30 വയസ്സെല്ലാം കഴിഞ്ഞാൽ എല്ലുരുകുന്നൊക്കെ പറയാം. ഈ മുട്ട് വേദന ഒക്കെ വരുമല്ലോ. അവർ ആഴ്ചയിൽ 2 പ്രാവശ്യം കുടിക്കുന്നത് നല്ലതാണ്. ഈ മറ്റേ മട്ടൻ്റെ കാല് സൂപ്പാക്കിയിട്ട് നല്ലതാണ്. വൈകുന്നേരം ടൈമിൽ ചായ കുടിക്കുന്ന ടൈമിൽ ഇതാക്കി കുടിക്കാം. വേഗം പറ്റുന്നില്ല, കത്തിയാണേ. കൈ പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എനിക്കിഷ്ടമല്ല, കുട്ടികൾക്കാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരാറായിട്ടാ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവർ വന്നപ്പാട് ഇത് കുടിക്കാലോ, നല്ലതല്ലേ. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്. ഇന്ന് സൂപ്പ് ഉണ്ടാക്കാം എന്തായാലും, കുട്ടികൾ വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കിച്ചൻ്റെ വിൻഡോൻ്റെ അടുത്താണ് ഈ ഫോൺ വെച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ആക്കണേ. ആരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എൻ്റെ ചാനൽ ഇനി മോണിറ്റൈസേഷൻ ആയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ആക്കുന്നത്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ഹെൽപ്പ് ചെയ്താൽ മതി, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാനെങ്ങനെയും കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റിംഗ് അറിഞ്ഞൂടാ. എഡിറ്റിംഗ് ഇപ്പോൾ പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഇനി പഠിക്കാം. മോണിറ്റൈസേഷൻ ആയ പഠിക്കാം. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം, ലൈക്ക് ആക്കണം. വേണ്ടാത്ത കമൻ്റ് ഒന്നും ഇടാൻ നിൽക്കണ്ട, അതുമാത്രം വേണ്ട. അപ്പോൾ വെളുത്തുള്ളി ക്ലീനാക്കി, ഉള്ളി ക്ലീനാക്കി, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി 3 ക്ലീനാക്കിയിട്ട് കഴിഞ്ഞു. ഇത് ചതയ്ക്കണം. മറ്റേ ഇത് ഇടിച്ചിട്ട് അത് പറ്റിയില്ലെങ്കിൽ മിക്സിയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കിയാൽ മതി. പക്ഷേ ഇതല്ല ഫസ്റ്റ് ആക്കണ്ടേ. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ചെയ്യേണ്ടത് മിക്സി ജാർ എടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഇരിക്കാൻ പാടില്ല, ഇത് ഡ്രൈ ആയിരിക്കണം. അതിൽ ഞങ്ങൾ മല്ലി
മല്ലിപ്പൊടിയല്ല, മല്ലി. അത് ഞാൻ 1 സ്പൂൺ എടുത്തേ. അത്രേ ഉള്ളൂ. മട്ടന് കാലും ഒരു 5-6 പീസേ ഉള്ളൂ, 2 ആൾക്ക് മാത്രമല്ലേ. അത് പിന്നെ ഒരു കാര്യമുണ്ട്, ജീരകം. മല്ലി ഇട്ടു, ജീരകം ഇത്ര എടുത്തേ കേട്ടോ. ജീരകം ഇടാം. പിന്നെ പെപ്പർ. നിങ്ങൾക്ക് എത്ര എരിവ് നോക്കി ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുട്ടികളായത് കൊണ്ട് അധികം എരിവ് കുടിക്കില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കുരുമുളക് ഇടുന്നേ. കുരുമുളക് ഇട്ടു. ഇത് നന്നായി പൊടിച്ചെടുക്കാം. ഓക്കെ, സൗണ്ട് വരും. പൊടിയാക്കി കേട്ടോ. ഇപ്പം ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടാൽ മതിയേ. ഉള്ളി സെപ്പറേറ്റ് ആക്കിയാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ഇട്ട് ഇതാക്കിയാൽ പേസ്റ്റ്. ഇവിടെ കണ്ട ഗൈസ്, ഉള്ളി മറ്റേ ചതച്ചത്, ഇതെന്താ, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ജീരകം, പിന്നെ എന്താ, മല്ലി. ഇത് പേസ്റ്റ് ആക്കിയതല്ല, ഒരിക്കൽ ഇങ്ങനെ മിക്സിയിൽ ഇതാക്കിയ. പിന്നെ കറിവേപ്പില. ഇത് മല്ലിയല്ല, ഇത് മല്ലിയിൽ ലാസ്റ്റിൽ സൂപ്പറിലായി പിന്നെ ഇടാനാട്ടാ. ഇത് ഇപ്പോൾ നമുക്ക് കുക്കർ വെച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. ഓക്കെ, കണ്ട ഗൈസ്, കുക്കറിൽ മറ്റേ കാലിട്ടനെ. വലിയ കുക്കറായതുകൊണ്ട് 5 പീസുള്ള കൊണ്ട് വലുതോ പോലെ കാണുന്നുണ്ട്. അപ്പോൾ കാലിട്ടു. നെക്സ്റ്റ് ഉള്ളി ചതച്ചില്ലേ, അതതിലിടാം. കറിവേപ്പില, പിന്നെ കുരുമുളകും ഇതൊക്കെ ചതച്ചിട്ടില്ലേ, അതൊക്കെ ഇതിലിടാം. ഇട്ടു. ഇനി ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിക്കാം. നന്നായി വേവണമല്ലോ, ഒരു 8 വിസിലെങ്കിൽ ഇതാവണം ഇത്. എന്നാലും അതിൻ്റെ ഉള്ളിലുള്ള മറ്റേ നെയ്യൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും. നന്നായിട്ട് വെന്തിട്ട് ഞങ്ങൾക്കിപ്പോൾ കാണാം. ആവശ്യത്തിന് ഉപ്പിടണേ. നിങ്ങൾക്ക് എത്ര വേണം ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. ഉപ്പ് അധികം ഇടല്ലേ, വെള്ളമൊക്കെ വറ്റിയിട്ടാകുമ്പോൾ വെള്ളം കുറച്ചാവല്ലോ, ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടില്ലല്ലോ നേരത്തെ, അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് കുക്കർ മൂടി വെക്കാം. 8 വിസിലായ പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. റെഡിയായി. ഇനിയിപ്പോൾ ഇത് കുറച്ച് താളിക്കണം കേട്ടോ. താളിക്കാൻ എന്തൊക്കെ വേണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നന്നായി വെന്ത് ഇതായിനെ 8-9 വിസിലാക്കി. നെക്സ്റ്റ് ഇത് കുറച്ച് താളിക്കാം. ചട്ടി നന്നായി ചൂടായേ, അതിൽ ഞങ്ങൾക്ക് ഓയിൽ കുറച്ചിടാം. ഓയിൽ ചൂടായി. ഇനി കുറച്ച് സോമ്പില്ലേ, അത് കുറച്ചിടാം. നെക്സ്റ്റ് കുറച്ച് കറിവേപ്പില. ഇത്രയൊക്കെ മതി. ഇതെടുത്തിട്ട് അതിലിടുക. നന്നായി താളിച്ചിട്ട് ഇതിലിട്ടണ്ട. നമുക്ക് കുറച്ച് മല്ലിയില ഇതിലിടാം. ഇത് ചൂടുണ്ടല്ലോ, ഇതിൽ നമുക്ക് കുറച്ച് മതി, നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ഇട്ടാൽ മതി. കുറച്ച് മല്ലിയില ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇനി നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. അയ്യോ, എല്ലാം മറന്നു. കണ്ട ഗൈസ്, നല്ല ചൂടോടെ കഴിക്കാൻ. പീസ് വേണമെങ്കിൽ കുട്ടിയെ കൊടുത്താൽ മതി, അവർ കഴിക്കില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗൈസ് കുടിക്കാൻ.